ഹലോ ഫ്രണ്ട്സ്, 𝒉𝒆𝒍 പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സാംസങ് M31 അൺബോക്സിംഗ് വീഡിയോ ഇട്ടിരുന്നു. അത് കാണാനൊക്കെ കാണാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ Realme 6 Proൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ലുക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 6GB 64GB വേരിയൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് കൂടാതെ 6GB 128GB അതുപോലെ തന്നെ 8GB 128GB എന്നിങ്ങനെ വേരിയൻസ് ഒക്കെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 18,000 രൂപ മുതലാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ കിടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ഐക്കൺ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, പിന്നെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നേരെ വീഡിയോ കിട്ടും. ഗൈസ്, അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങിലോട് കിടക്കുന്നതിന് മുമ്പ് ബോക്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് തിരിച്ചു വെക്കാണ്. തിരിച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 64 മെഗാപിക്സൽ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. പിന്നെ 20x ഹൈബ്രിഡ് സൂം ഉണ്ട്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ, ഡുവൽ സെൽഫി ക്യാമറ വരുന്നത്. അത് ഡിസ്പ്ലേയിൽ മൗണ്ട് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ചാർജിങ്ങിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 30 വാട്ട് ഫ്ലാഷ് ചാർജാണ് വരുന്നത്. 4300 mAh ബാറ്ററി വരുന്നുണ്ട്. പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 720G എന്ന പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കളർ വേരിയൻറ്റ് ലൈറ്റ്നിങ് ഓറഞ്ചാണ് കാണുന്നത്. ഇത് വേറെ 2 വേരിയൻറ്റ് കൂടി ഉണ്ട്. അതായത് ലൈറ്റ്നിങ് ബ്ലൂ, ലൈറ്റ്നിങ് റെഡ് എന്ന് പറഞ്ഞാൽ 2 വേരിയൻറ്റ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ വെൽക്കം ടു റിയൽമി ഫാമിലി എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു ബോക്സ് കാണാം. അത് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നമുക്ക് നമ്മുടെ TPU കേസും അതുപോലെ തന്നെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള കേസാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ പിന്നീട് നമ്മുടെ ഫോൺ കാണുന്നുണ്ട്, അതൊന്ന് പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ ഫോണൊന്ന് മാറ്റി വെക്കാം, എന്നാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നീട് വരുന്നത് ചാർജിങ് കേബിളാണ്. ടൈപ്പ് C കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ ചാർജിനുള്ള അഡാപ്റ്ററും വരുന്നുണ്ട്. ഇത് 30 വാട്ടാണ് വരുന്നത്. അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 30 വാട്ടിൻ്റെ അഡാപ്റ്ററും പിന്നെ ടൈപ്പ് C കേബിളുമാണ് പിന്നീടുള്ളത്. പിന്നീട് ഏറ്റവും താഴെ നമ്മുടെ സിം ഇജക്ടർ പിന്ന് കാണാം. ഇത് സാധാരണ കേസിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ കാണാറുണ്ട്. ഇത് ഇവർ കുറച്ച് താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സിം ഇജക്ടർ പിന്ന് ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഏറ്റവും താഴത്ത് നമുക്ക് സിം ഇജക്ടർ പിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാണ്. ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ബൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാസ്വേഡും ഫേസ് അൺലോക്ക് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് അതുപോലെ തന്നെ ഫേസ് അൺലോക്കിൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. എത്ര പെട്ടെന്ന് ഇത് ഓപ്പണായി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസിറ്റിവിറ്റി ഒന്ന് ചെക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഒറ്റ ടച്ച് തന്നെ സംഭവം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫേസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് അൺലോക്കും നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡിവൈസിൻ്റെ ഓവറോൾ ലുക്കൊക്കെ നോക്കാം. ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റിംഗ് എഫക്റ്റിലാണ് വരുന്നത്. ഇതിൻ്റെ കളർ വരുന്നത് ലൈറ്റിംഗ് ഓറഞ്ചാണ്, നമ്മൾ ആദ്യം പറഞ്ഞു. ഇതുപോലെ തന്നെ ലൈറ്റിംഗ് ബ്ലൂവും ലൈറ്റിംഗ് റെഡും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാം. നല്ലൊരു ലുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ബാക്ക് സൈഡിലായിട്ട് കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. AI കോഡ് ക്യാമറ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നീട് ഫ്ലാഷും വരുന്നുണ്ട്. റിയൽമിൻ്റെ ലോഗോ ഇവിടെ താഴത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് പവർ ബട്ടൺ മൗണ്ടായിട്ട് ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഡുവൽ ക്യാമറയാണ് വരുന്നത്. ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമ്മുടെ വോളിയം റോക്കേഴ്സ് അതുപോലെ തന്നെ സിം ഇടുന്ന ഭാഗം വരുന്നുണ്ട്. താഴത്തായിട്ട് നമ്മുടെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്ക്, പിന്നീട് സ്പീക്കറും ചാർജിങ്ങിനുള്ള C ടൈപ്പ് പോർട്ടും ഇവിടെ താഴത്ത് വരുന്നുണ്ട്. ഓവറോൾ നല്ലൊരു ഡിസൈനാണ് ഇതുള്ളത്. നല്ല ഹാൻഡി ആയിട്ടുള്ള ഫോണാണ്. പിന്നെ വല്ല വെയിറ്റും ഇല്ല. നമ്മൾ Poco X2 ഒക്കെ അൺബോക്സ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അത്ര ഒരു വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഡിവൈസിൻ്റെ ബേസിക് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാം. 6.6 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നീട് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 720G ആണ് ഇതിൽ വരുന്നത്. പിന്നീട് നമ്മൾ ക്യാമറയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ റെയർ ക്യാമറ കോഡ് ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ പ്രൈമറി ക്യാമറ 64 മെഗാപിക്സലിൻ്റെ ഒന്നാണ്. പിന്നീട് അൾട്രാ വൈഡിന് ഒരു 8 മെഗാപിക്സലിൻ്റെ ക്യാമറയുണ്ട്. പിന്നീട് 12 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും അതിൽ അവൈലബിൾ ആണ്. പിന്നീട് ഡുവൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇതിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും പിന്നീട് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 4300 mAh ബാറ്ററി വരുന്നുണ്ട്. 30 വാട്ട് ഫ്ലാഷ് ചാർജ് ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ 75.8 മില്ലിമീറ്റർ വിഡ്ത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 163.9 മില്ലിമീറ്റർ ഹൈറ്റും പിന്നീട് 9.4 മില്ലിമീറ്റർ ഡെപ്തും വരുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 195 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ പ്രൈസ് റേഞ്ചിലോട്ട് നോക്കുകയാണെങ്കിൽ 6GB RAM 64GB ROM വരുന്നതിൻ്റെ വില വരുന്നത് 18,000 രൂപയാണ്.
6 GB റാം 128 GB റോം വരുന്നതിൻ്റെ വില വരുന്നത് 19,000 രൂപയും അതുപോലെ തന്നെ 8 GB റാം 128 GB റോം വരുന്നതിൻ്റെ വില വരുന്നത് 20,000 രൂപയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ടായിരുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ കൂടുതൽ അൺബോക്സിംഗ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് അൺബോക്സിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ അൺബോക്സിംഗ് വീഡിയോസ് കാണാവുന്നതാണ്. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത മുഴുവൻ അൺബോക്സിംഗ് വീഡിയോസും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.